ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു സ്ട്രോങ് മത്സരാർത്ഥിയായിരുന്നു ഷാനവാസ്. ഈ കഴിഞ്ഞ ആഴ്ച ഒരു വമ്പൻ ഇഷ്യൂ ഉണ്ടായി, അതിൽ നിന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആവേണ്ടി വന്ന ഷാനവാസ് ഇന്ന് തിരിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് പ്രവേശിക്കുമോ? ഇത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഷാനവാസ് തിരിച്ച് പ്രവേശിച്ചു എന്നാണ് കേട്ടോ നമ്മൾ അറിയുന്നത്. ഇത് അനീഷിന് ഒരു സർപ്രൈസ് ആയിട്ട് കൺഫെഷൻ റൂം വഴിയായിരിക്കും ഷാനവാസ് തിരിച്ച് ഹൗസിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ലാലേട്ടൻ സ്റ്റേജിൽ വിളിക്കാനൊന്നും സാധ്യതയില്ല, കാരണം പുറത്താക്കാൻ നേരത്താണ് അങ്ങനെ സ്റ്റേജിലേക്ക് വിളിക്കുന്നത്. കൺഫെഷൻ റൂം വഴി തന്നെ തിരിച്ചകത്തേക്ക് കയറ്റി വിടും. അനീഷിനോട് പോയി നോക്കാൻ പറയും, കൺഫെഷൻ റൂമിൽ ഒരു സർപ്രൈസ് ഉണ്ട്, പോയി നോക്കാൻ പറയും. അങ്ങനെയായിരിക്കും കയറ്റി വിടുന്നതെന്ന് തോന്നുന്നു. അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു ഇൻഡ്യൂഷൻ കേട്ടോ. ഞാൻ വെറുതെ പറയുകയാണ്, നമുക്ക് എന്ത് വേണേലും പ്രിഡിക്റ്റ് ചെയ്യാമല്ലോ, അവർക്ക് എന്ത് വേണേലും ചെയ്യാം. ചിലപ്പോൾ മെയിൻ ഗേറ്റ് വഴി കയറ്റി വിടാം. എന്തായാലും ഷാനവാസ് ഇന്ന് തിരിച്ച് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. പലരുടെയും വ്യാമോഹങ്ങൾ പാഴായി പോയി എന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. ഷാനവാസിനെ പുറത്താക്കി, ഇനി നമുക്ക് അനീഷിനെ കൂടി പുറത്താക്കാം എന്നൊക്കെ പറഞ്ഞിരുന്ന ടീംസ് ഒക്കെ ഇനി മേലോട്ട് നോക്കിയിരിക്കേണ്ടി വരും. കാരണം ഷാനവാസ് പൂർവാധികം ശക്തിയോടെ തന്നെ തിരിച്ച് വന്നിരിക്കുകയാണ്. 2 ദിവസം കംപ്ലീറ്റ്ലി ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടാണ് ഷാനവാസ് കഴിഞ്ഞതെന്നാണ് അറിഞ്ഞത്. ലോകത്തിൻ കഥ അറിയാതെ എന്ന് പറഞ്ഞിട്ട് ലോകത്തെ എല്ലാ കഥയും അറിഞ്ഞിട്ടാണോ ഷാനവാസ് വരുന്നത് എന്ന് നമുക്ക് ഇനി വരും ദിവസങ്ങളിലെ ലൈവ് കണ്ടിട്ട് തന്നെ വിലയിരുത്താം. കാരണം ഒരു തവണ ഒരു കണ്ടസ്റ്റന്റ് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വന്നതിന് ശേഷമാണ് ടാസ്കിൽ കുഴപ്പി തുടങ്ങിയത്. ഞാനാണ് വിന്നർ എന്ന് പറഞ്ഞ് കുഴപ്പി തുടങ്ങിയത് വന്നപ്പോഴാണ്. ആരാണെന്നൊന്നും പറയില്ല, നിങ്ങൾ ഗസ് ചെയ്തോ. ഷാനവാസിന്റെ കാര്യം അങ്ങനെയാവോ, കോൺഫിഡൻസ് കൂടുമോ എന്നൊക്കെ ഉള്ളത് കണ്ടറിയണം. എന്തായാലും നോക്കാം. ഇന്ന് ഷാനവാസ് തിരിച്ചു കയറിയെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. കണ്ടറിയാം. എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുകയാണ്. ഇന്ന് ലൈവ് ഇല്ല. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.